ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി നാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഒരുങ്ങുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നാം കടന്നു പോകുന്ന ഓരോ ദിവസത്തെയും ഓരോ കാലഘട്ടത്തിലെയും വളരെ വളരെ പ്രയാസകരമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവാൻ ദൈവം വളരെ കൃത്യമായും വളരെ വ്യക്തമായും സംസാരിക്കും എന്നതിന് ആയിരം തെളിവുകൾ ഇതുപോലത്തെ കൊച്ചു സന്ദേശങ്ങളിലൂടെ ദൈവം ഇടപെട്ടത് നമ്മുടെ ഓർമ്മയിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും നാം ഫേസ് ചെയ്യുന്ന വിഷയങ്ങളിൽ ദൈവം ഇടപെടും, ദൈവത്തിന് സംസാരിക്കാനുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനം കേൾക്കാൻ വേണ്ടി ഒരുങ്ങാം. വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായ മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിനെയും വിളിയെയും എല്ലാം ഓർത്ത് ഇതൊരു ദൈവിക ശുശ്രൂഷകനായി നിൽപ്പാൻ എനിക്ക് തന്ന യോഗ്യതയ്ക്ക് ദൈവത്തോട് ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഞാൻ തിരുവചനത്തിലേക്ക് തിരിയട്ടെ. നിങ്ങളെ കൂടി ദൈവവചനത്തിലേക്ക് ക്ഷണിക്കട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ഒരു പദം കിടക്കുന്നത്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യം. ഫറവോനിലും അവൻ്റെ സകല ദാസന്മാരിലും അവൻ്റെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്ത് അവർ അവരോട് ഡംഭം കാണിച്ചത് നീ അറിഞ്ഞിരുന്നുവല്ലോ. അവർ അവരോട് ഡംഭം കാണിച്ചത് ദൈവമേ അങ്ങ് അറിഞ്ഞിരുന്നുവല്ലോ. നെഹമ്യാവ് കാലങ്ങൾക്ക് ശേഷം ഇസ്രായേൽ മക്കൾ മിസ്രയീമിലായിരുന്ന കാലഘട്ടവും അവിടുന്ന് അവർക്ക് ദൈവമായ കർത്താവ് മോശ മുഖാന്തരം ഒരുക്കിയ വിടുതലും ആ കാലങ്ങളിൽ സംഭവിച്ച അത്ഭുതങ്ങളും അതെല്ലാം ഒന്ന് ഓർത്തു പോവുകയാണ്. നെഹമ്യാവെന്നല്ല, ഇസ്രായേലിലെ ഏതൊരു മനുഷ്യനും ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടങ്ങളിൽ പുരാതന കാലത്ത് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനത്തെ വിടുവിച്ച ആ വിടുതൽ ഓർക്കാതെ ഒരു മനുഷ്യൻ്റെ ആയുസ് പൂർത്തിയാക്കാൻ പറ്റില്ല. ഒരായുസിൽ 1000 പ്രാവശ്യം ആ പഴയ കാര്യങ്ങൾ ഒരു യഹൂദൻ ഓർത്തേക്കാം. യഹൂദനെന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ പള്ളികളിലും സഭകളിലും കൂട്ടായ്മകളിലൊക്കെ എത്രയോ പ്രാവശ്യമാണ് മിസ്രയീമിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഇപ്പോൾ പ്രസംഗിച്ച് ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഏതൊക്കെ പ്രസംഗക്കകത്ത്, വേറെ പ്രസംഗം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ അതൊരു സംഭവമാണ്. ദൈവത്തിൻ്റെ അപാരമായിരിക്കുന്ന വീര്യം ദൈവത്തിൻ്റെ ജനത്തോട് വെളിപ്പെടുത്താൻ ദൈവം ചെയ്യുന്ന അറ്റകൈ പ്രയോഗങ്ങൾ ഈ ഫറവോനോടുള്ള ബന്ധത്തിൽ മിസ്രയീമിൽ നിന്ന് ജനങ്ങളെ വിടുവിച്ച് കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, ചെങ്കടൽ പിളർന്നതിനെക്കുറിച്ച്, ഫറവോൻ്റെ കൊട്ടാരത്തിനകത്തും മിസ്രയീമിലെ ആ പ്രോപ്പർട്ടിയിലുമെല്ലാം മോശ മുഖാന്തരം ദൈവം ചെയ്യിപ്പിച്ച വലിയ കാര്യങ്ങളെക്കുറിച്ച് എത്രയോ പ്രാവശ്യം പറഞ്ഞാലും തീരിയല്ല. ദൈവജനത്തിന് വീര്യമുണ്ടാകുന്നതും ആളുകളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ പറ്റുന്നതുമായിരിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളുമൊക്കെയായി ദൈവം ചെയ്തിട്ടുണ്ട്. അത് നെഹമ്യാവ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഓർക്കുകയാണ്. ദൈവമേ, അങ്ങ് ആരാണെന്നറിയാം, അങ്ങയുടെ പ്രവൃത്തി അറിയാം, അങ്ങ് ഇറങ്ങിത്തിരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാം എന്ന കാര്യത്തെ ഇവിടെ ബോധപൂർവം ഓർക്കുകയാണ്. അതിനകത്ത് ഒരു കൊച്ചു കാര്യം നെഹമ്യാവ് ശ്രദ്ധയോടെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മളൊന്നിച്ച് ചിന്തിപ്പാൻ അതൊരു വലിയ ബലമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഒന്നോടെ പറയാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവർ അവരോട്, അഥവാ മിസ്രയീമ്യർ ഇസ്രായേൽ മക്കളോട് ഡംഭം കാണിച്ചത്, അരഗൻ്റായി ഇടപെട്ടത് എന്നൊക്കെയാണ് ചില വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. അഹങ്കാരത്തോടെ, കരുണയില്ലാതെ, ധാർഷ്ട്യത്തോടെ, വല്ലാത്ത ഒരു മനസ്ഥിതിയോടെ ഇടപെട്ടത് അങ്ങ് അറിഞ്ഞിരുന്നല്ലോ. ആ വാക്ക് ഞാൻ ഒന്നോടെ നിങ്ങളുടെ ശ്രദ്ധയിൽ പതിപ്പിക്കട്ടെ. നെഹമ്യാവ് പറയുന്നത് വെച്ച്
ആരാണ്ടും പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ ദൈവമേ ഈ ജനം എല്ലാം കൂടി എന്ത് കഷ്ടത്തിലാണെന്നറിയാമോ, കർത്താവ് ഒന്നും അറിയുന്നില്ല, അയ്യോ അങ്ങനെയാണോ എന്ന് ചോദിച്ച് ആരാണ്ടും പറയുന്ന കേട്ട് അറിഞ്ഞതല്ല ദൈവം. ഇവരോട് ഇത്ര മോശമായിട്ട് യോസേപ്പിനെ അറിയാത്തൊരു ഫറവോൻ വന്നപ്പോൾ അവരനുഭവിച്ച ത്യാഗങ്ങളും വിഷമങ്ങളും വളരെ അഹങ്കാരത്തോടെ, വളരെ നീചമായി, മനുഷ്യത്വരാഹിത്യമായി ജീവിക്കാൻ സമ്മതിക്കാതെ മനഃപൂർവ്വമായിട്ട് ഒതുക്കാൻ, ഇല്ലാതാക്കാൻ മിസ്രയീമിലെ ചിലർ ഇസ്രായേൽ ജനമെന്ന ദൈവത്തിൻ്റെ ജനത്തോട് ചെയ്തത് ദൈവം അറിഞ്ഞിരുന്നു. ഞാൻ ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരട്ടെ. അറിഞ്ഞിരുന്നിട്ടും അന്ന് തന്നെ ദൈവം ആരാടാ എൻ്റെ പിള്ളേരെ ഉപദ്രവിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ടങ്ങ് ഇറങ്ങിച്ചെന്നില്ല. അറിഞ്ഞിട്ടും ദൈവം അല്പകാലം കൂടി അടങ്ങിയിരുന്നു. അറിഞ്ഞിട്ടും ദൈവം ഒരു നടപടിയെടുക്കാതെ ചില ദിവസം കൂടെ കാത്തിരുന്നു. അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ദൈവത്തിനുണ്ട് ദൈവമക്കളെ. അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഏറ്റവും അധികം പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നത്. അറിയുമ്പോഴേക്കും കുറുവടി എടുത്തുകൊണ്ട് ചാടി ഇറങ്ങുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അറിഞ്ഞിരുന്നു, എന്നിട്ട് ദൈവം ശാന്തമായി ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ കഷ്ടവും പ്രയാസമൊക്കെ സഹിക്കത്തില്ലേ, അതിനുള്ള കൃപ ദൈവം തരും. പക്ഷെ ദൈവം അറിഞ്ഞിരുന്ന കാര്യത്തെക്കുറിച്ച് ദൈവമായ കർത്താവ് ഒരു നടപടി എടുക്കാതിരിക്കില്ല. നമ്മുടെ സമയത്തായിരിക്കത്തില്ല, അത് നമ്മൾ പ്രതീക്ഷിച്ച സമയത്തായിരിക്കുകയല്ല. അറിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു നടപടി ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി കാണില്ല. അതിനർത്ഥം ദൈവത്തിന് കഴിവില്ലെന്നോ കരുത്തില്ലെന്നല്ല. അതിനർത്ഥം അറിഞ്ഞ കാര്യത്തിന് ദൈവം ഇച്ചിരി ശാന്തമായിട്ടാണെങ്കിലും നടപടി ഉണ്ടാക്കിയിരിക്കും. ഞാൻ നെഹമ്യാവ് പറഞ്ഞതും ഫറവോൻ്റെ കാര്യവും ഇസ്രായേലിൻ്റെ കാര്യമൊക്കെ വിടുക. നിങ്ങൾ ഓരോരുത്തരിലേക്ക് നോക്കുക, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. നിങ്ങൾ പലരും ചോദിച്ചില്ലേ, എൻ്റെ കർത്താവ് ഇതൊന്നും അറിയുന്നില്ലേ? എൻ്റെ കുഞ്ഞിനോട്, എൻ്റെ കുടുംബത്തോട്, എന്നോട് ഇത്ര അരകൻ്റായി, ആ വാക്ക് തന്നെ ഉപയോഗിക്കാം, ഡംബത്തോടെ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കേണ്ടതിന് പകരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അഹങ്കാരത്തോടെ പുറകെ നടന്ന് ആള് കളിക്കാൻ, ഒതുക്കാൻ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ നശിപ്പിക്കാൻ, അങ്ങനെ കച്ചകെട്ടി ഇറങ്ങിത്തിരിക്കുന്ന ചിലർ പ്രാർത്ഥിച്ചും ദൈവകൃപ പ്രാപിച്ചും ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന്, ചിലപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജോലി സ്ഥലത്ത് നിന്ന്, ചിലപ്പോൾ ഇതിനകത്തൊന്നും യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധമില്ലാത്ത വിഷയം എന്തിനാ കയറി പിടിക്കുന്നേ? അങ്ങനെ ചിലർ ഡംബത്തോടെ ഇടപെട്ടത് ദൈവം അറിഞ്ഞിരുന്നു. അറിഞ്ഞ വിഷയത്തിനെല്ലാം, സ്വർഗം അറിഞ്ഞ വിഷയത്തിനെല്ലാം ഒരു നടപടി ഉണ്ടായിരിക്കും. ഞാനിന്ന് നിങ്ങളോട് പറയാം, നെഹമ്യാവ് പറഞ്ഞതുപോലെ ദൈവം അറിയുമെന്നല്ല, ദൈവം അറിഞ്ഞു എന്നല്ല, അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർത്താവ് ഇതെല്ലാം അറിഞ്ഞിരുന്നു. എന്നിട്ട് സൈലൻ്റായിട്ടിരിക്കുകയല്ല, ക്ഷമയോടെ, ഇച്ചിരിയോടെ ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവമായ കർത്താവ് അറിഞ്ഞ പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് തീർത്തും മോശമായിട്ട് ഇടപെട്ടത്, ചിലർ നിങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചത്, യാതൊരു നീതിയില്ലാതെ നിങ്ങളെ സങ്കടപ്പെടുത്തിയത്, കരുണ കാണിക്കാതെ നിങ്ങളെ മാറ്റിയിരുത്തിയത്, അതൊക്കെ ദൈവം അറിഞ്ഞിരുന്നു. അറിഞ്ഞിരുന്നതിൻ്റെ നടപടി ഒരല്പം കൂടി കഴിയുമ്പോൾ ദൈവം 1, 2 എന്ന് തുടങ്ങും. പ്രിയപ്പെട്ടവരെ, കർത്താവ് അറിഞ്ഞിരുന്ന പല കാര്യങ്ങളും ഈ ദിവസങ്ങൾ ഒരു നടപടിയാകട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസിക്കുക. ഇതെല്ലാം അപ്പനറിയാത്ത ഒത്തിരി കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കാണാം. അമ്മ അറിയാത്തത്, ഒരുപക്ഷെ മക്കളെ അറിയിക്കാതെ കൊണ്ട് നടക്കുന്നത്, നാം ഏറ്റവും അടുത്ത് സ്നേഹിച്ച് നിൽക്കുന്നവരെ അറിയിക്കാതെ കൊണ്ട് നടക്കുന്ന ചില നൊമ്പരങ്ങൾ, ചിലപ്പോൾ സ്വന്തം ജീവിത പങ്കാളിയെ അറിയിച്ച വലിയ വഴക്കും അടിയൊക്കെ നടക്കും. അതുകൊണ്ട് അവരെ പോലും അറിയിക്കാതെ
കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും സ്വർഗസ്ഥനായ ദൈവം നിൻ്റെ രക്ഷകൻ അറിഞ്ഞിട്ടുണ്ട്. ദൈവം അറിഞ്ഞ വിഷയങ്ങൾക്കൊരു നടപടി നിശ്ചയമായി ഉണ്ടാകും. മെയ് മാസത്തിൽ കഴിഞ്ഞ കൊല്ലം നീ അനുഭവിച്ചത് ചിലപ്പോൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ്, ചിലപ്പോൾ ഈ അടുത്ത സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ മക്കളിലോ ആരെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്ന, ആരാണ്ടും അവരോട് ഭയങ്കര ഡംബത്തോടെ, മലയാളത്തിലെ ബൈബിളിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ധാർഷ്ട്യത്തോടെ, അഹങ്കാരത്തോടെ, മനുഷ്യത്വമില്ലാതെ ഇടപെടുന്ന ആ ഇടപെടൽ സ്വർഗം അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടി ഏത് വിധത്തിലാണെന്നറിയില്ല. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഉളവാക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവെഴുത്തിൽ കാണുന്ന കൊച്ചു കൊച്ചു വാക്കുകളിൽ പോലും കഷ്ടം സഹിക്കുന്നവർക്കുള്ള ദൈവമേ കുഴമ്പും പഞ്ഞിയും പോലെ ഞങ്ങളുടെ വേദന ഒപ്പിയെടുക്കുന്ന എന്തൊക്കെയോ തിരുവെഴുത്തിനകത്തങ്ങ് മറച്ചു വെച്ചിട്ടുണ്ട്. ഇന്നും പരിശുദ്ധാത്മ നിയോഗത്തോടെ അടിയൻ പറയുന്ന ഈ വാക്കുകൾ ചിലരോട് വളരെ മോശമായിട്ട് ഇടപെട്ടത് അങ്ങ് അറിഞ്ഞിരുന്നു, എന്നിട്ടെന്തേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്ത എന്നൊരു സങ്കടം ആരൊക്കെയോ ദൈവസന്നിധിയിൽ വെച്ചിട്ടുണ്ട്. അറിഞ്ഞിരുന്ന വിഷയത്തിന് കർത്താവിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകും. ഞങ്ങളത് വിശ്വസിക്കുന്നു. മെയ് മാസത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.